ജനറേഷൻ ഗ്യാപ്പ് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഞാനിപ്പോൾ അടുത്ത കാലത്ത് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ഒരു 2500-3000 ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് 2.5 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തു. അവരെന്നോട് നന്നായിട്ട് വൈബ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല. ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് നമ്മിലൊരു ശൂന്യത ഉണ്ടാകുമ്പോൾ നമ്മൾ അവരോടൊപ്പം തന്നെ കൈപിടിച്ച് നടക്കണം. കാണാറില്ലേ അപ്പൂപ്പന്മാർ കൊച്ചുകുട്ടികളുടെ കൈ പിടിച്ച് ബീച്ചിൽ നടക്കുന്നത്. അപ്പോൾ ജനറേഷൻ എന്നൊക്കെ ഓരോന്ന് പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ സിനിമകളുടെയും കഥ അടിസ്ഥാനപരമായിട്ട് ഒന്ന് തന്നെയാണ്. നമ്മളത് പറയുന്ന രീതിയിലുള്ള വ്യത്യാസമല്ലാതെ ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഇറങ്ങിയിട്ട് ഈ ദൃശ്യത്തിലെ കഥ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഓരോരുത്തർ അഭിനയിച്ചു അല്ലെങ്കിൽ ഓരോരുത്തർ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമല്ല ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള കൺസേണാണ്. അത് ഏത് തലമുറ എടുത്താലും ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറ എന്ന് പറയുന്ന വളരെ പുതിയ തലമുറയുടെ ആണെന്ന് പറഞ്ഞാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഈ തലമുറ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ 2.5 മണിക്ക് പുറത്ത് വന്ന് വെയിലും കൊണ്ട് അമ്മമാർ കുഞ്ഞുങ്ങളെ എടുത്ത് ഈ ചിത്രം കാണാൻ നിൽക്കുന്നെങ്കിൽ അത് കുടുംബത്തോടുള്ളവരുടെ സ്നേഹമാണ്, അത് പോകത്തില്ല. ഈ കുടുംബത്തോടുള്ള സ്നേഹം തന്നെയായിരുന്നു എൻ്റെ സിനിമകളെയൊക്കെ വിജയിപ്പിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 2014 ഞാൻ കുറച്ചുകൂടെ ജനകീയനായി എൻ്റെ ചിന്തകൾ അടുത്തു വരുന്നു എന്നുള്ള ആശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് തലമുറ വ്യത്യാസമില്ല. ജനത്തിന് ഇഷ്ടപ്പെട്ടത്, ആ ഇഷ്ടപ്പെട്ടത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മിൽ ഉള്ള ഏറ്റവും വലിയ ചലഞ്ച്, വെല്ലുവിളി. നമ്മളൊരു വാഴ വിത്ത് വെച്ചിട്ട് അതിനെങ്ങനെ പരിചരിക്കും അതുപോലെയാണ് ആ വാഴയിൽ നിന്ന് വേണ്ട ഫലം കിട്ടുക. പറയുമ്പോൾ ഞാനും വാഴ വെച്ചു, അയാളും വാഴ വെച്ചു, മറ്റയാളും വാഴ വെച്ചു. അതിൽ എത്രത്തോളം വെള്ളം കോരി വളവിട്ടു, അതിൻ്റെ പിന്നിൽ എത്ര ശ്രമമുണ്ട് എന്നുള്ള ആശ്രയിച്ചായിരിക്കും ആ വാഴയുടെ ഫലം. ഇപ്പം തന്നെ ഈ ഓം ശാന്തി വശാനയുടെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് നസ്രിയ എന്ന കുട്ടിയുടെ അഭിനയം. പറയാതിരിക്കും യാതൊരു നിർത്തിയില്ല. ഷീ ഈസ് സോ ബ്രില്യൻറ്റ്. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അഭിനയത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിനയത്തിൽ തന്നെ പുതിയ മാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഈ തലമുറയെന്ന്. ഐ ഫീൽ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് അബൌട്ട് ഇറ്റ്. ഒന്ന് ഫഹദ് ഫാസിൽ, രണ്ടാമത് ഇപ്പം ഞാൻ പറയുമ്പോൾ നസ്രിയയും പറയണം. കാരണം ഫഹദ് ഫാസിൽ വന്നു കഴിഞ്ഞപ്പോൾ അഭിനയത്തിന് പുതിയൊരു ഡയമെൻഷൻ വന്നു. ഇല്ലെന്ന് പറയാനൊക്കത്ത് ബിഹേവിയറൽ പാറ്റേൺ ഓഫ് ആക്ടിങ്ങിന് വേറൊരു ശൈലി വന്നു. അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പല അഭിനയങ്ങളും നമുക്ക് ഓവർ ഡൂയിങ് ആയിട്ട് തോന്നും. അതാണ് അപ്ഡേറ്റ് ചെയ്യുക ജനറേഷൻ എന്ന് പറയുന്നത്. നസ്രിയ ഈ പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് തൻ്റെ ന്യൂ ബോളിയെ കണ്ടിട്ടുള്ള ഇഷ്ടം കാണിക്കുന്നത് ബഹളത്തിലൂടെയല്ല, കണ്ണുകളിലുണ്ട് അഡറേഷൻ. നസ്രിയയുടെ കണ്ണുകൾ നോക്കിയിരുന്ന ഡ്രീമി ലുക്കിനകത്ത് ഷീ ഹാസ് കൺവീഡ്. അത് വളരെ നിശബ്ദമാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് അത് ആ ഒരു സംഗതി അങ്ങോട്ട് സംവേദനം ചെയ്യാനായിട്ട്. അപ്പോൾ അഭിനയത്തിൽ തന്നെ ഈ പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ. മറ്റത് നമ്മൾ കടിച്ചു പിടിക്കുകയും കണ്ണിറുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഭാഗത്ത് അതെല്ലാം മാറിയിട്ട് നമ്മൾ മലയാള സിനിമ ഇപ്പം നേരിടുന്നത് ഒരു നല്ല വഴിയിലേക്കുള്ള പോക്കാണ്. ഈ പറഞ്ഞ സിനിമകളുടെ ചുവട് വെച്ച് പോവുകയാണെങ്കിൽ അത് ഇനിയും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ദൃശ്യം ആ സിനിമയെപ്പറ്റി ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കാരണം പ്രേക്ഷകർ അതിന് മാൻഡേറ്റ് കൊടുത്തു കഴിഞ്ഞ ഒരു സിനിമയാണ്. പക്ഷേ ഓരോ സിനിമ വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ദൃശ്യം ഒരു വളരെ നല്ലൊരു അനുഭവമായിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് നമ്മുടെ തിയേറ്ററിൽ വന്നുകൊണ്ടിരുന്ന ക്ലൈൻറ്റെയിൽ അതിൽ തന്നെ സ്വഭാവം വ്യത്യാസം വന്നിരുന്നു. വളരെ മോശപ്പെട്ടൊരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നതെന്ന് എല്ലാവരും, പത്രക്കാരും നിരൂപകരും എല്ലാം സംബന്ധിച്ച്, പ്രേക്ഷകരും ഒരുമിച്ച് ഒരേപോലെ സംബന്ധിച്ച കാര്യമാണ്. പക്ഷേ നിയന്ത്രണത്തിലല്ലാതെ ഇങ്ങനെ ചിത്രങ്ങൾ വരുന്നതും പോകുന്നു അറിയുന്നില്ല. തിയേറ്ററിൽ ജനസാന്നിധ്യം പോലും ഇല്ലാത്തൊരവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അതായത് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരിക്കലും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിനിമ ആദ്യമായി നിർമ്മിച്ചത് കാണാനായിട്ടൊരു തിയേറ്ററിൽ ചെന്നപ്പോൾ തിയേറ്ററിൻ്റെ അധികാരികൾ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബമുണ്ട്, സാറൊന്ന് മനസ്സ് വിചാരിച്ചാൽ സർക്കാരിന് അല്പം കാശ് ലാഭം ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഗവൺമെൻറ് ഒക്കെ സ്റ്റുഡിയോ തിയേറ്ററാണെന്ന് മനസ്സിലാക്കുക. അല്ല, ഇന്ന് ഈ സിനിമ സെക്കൻഡ് ഷോ ആണെന്ന് കാണാൻ തൽക്കാലം സാറിൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ. ഇത് അതിശയോക്തിയല്ല. പക്ഷേ സാറ് ടിക്കറ്റ് എടുത്താൽ കാണിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ സാറൊരു സന്മനസ് കാണിച്ചാൽ ഗവൺമെൻറ്റിന്, സർക്കാരിന് അല്പം കാശ്, AC ഇടുന്ന കാശ് ലാഭിക്കാം എന്ന് പറഞ്ഞ് കേട്ട ഒരു നിമിഷം പോലും ഞാനിപ്പോൾ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ചലച്ചിത്ര കലാകാരൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര നിരാശാജനകമായ ഒരു രംഗമായിരുന്നത്. കാരണം സിനിമയെന്ന് പറയുന്നത് എന്താ പറയുക, ജനലക്ഷങ്ങളുടെ മാധ്യമമാണ്. ഞാൻ എല്ലാ വേദികളിലും പറയുന്നൊരു കാര്യം, ഒരു സിനിമയെ നമ്മൾ തിയേറ്ററിൽ ആഘോഷിച്ച് വേണം കാണാൻ. അല്ലാതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഞരമ്പൊക്കെ മുറുകിയിരുന്ന് കാണേണ്ട സിനിമ ഒരു മാധ്യമമല്ല. ആ ഞരമ്പ് മുറുക്കം വന്നാലും അതിനൊരു പ്രാതിനിധ്യം കൂടണം ജനങ്ങളുടെ. അപ്പോൾ ഇത് ജനങ്ങൾ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ, ഒരു സിനിമ വരുന്നു, ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ ജനമില്ലാത്തതിൻ്റെ പേരിൽ ഷോ ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാമെങ്കിൽ അതിനപ്പുറം ദുരന്തമില്ല.
ആ ദുരന്തമെല്ലാം ആ ദുരന്തം ശരിക്കും പറഞ്ഞാൽ അടക്കി വാണ്ടിരുന്ന ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞ് ദൃശ്യം വന്നപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴി മെയിൻ സ്റ്റേഷനല്ല വേറെ ഏതോ ഒരു ചെറിയ സ്റ്റേഷൻ്റെ മുമ്പിൽ 2:30 മണിക്ക് കുടുംബങ്ങൾ ലോങ് ക്യൂവിന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൃശ്യം എന്ന സിനിമ എന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ സംവിധായകൻ ജിത്തു ജോസഫിന് വളരെ ആത്മാർത്ഥമായൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ആ ഒരു ശീലം വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നതിൽ ആ സിനിമ ഉണ്ടാക്കിയ സംഭാവനയെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. മജീദി എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധായകൻ്റെ ഒരു സിനിമ ഞാൻ എൻ്റെ ഇത്തിരി നേരം ഒത്തിരി കാര്യമെന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് കഥാസന്ദർഭങ്ങൾ എടുത്തു നോക്കിയാൽ അമ്മയാണ് സത്യമായിട്ട് വളരെ സാമ്യമുണ്ട്. സന്ദർഭങ്ങൾ ആ ചിത്രം ഇറങ്ങിയത് അമ്മയാണ് സത്യം റിലീസായിട്ട് ആഫ്റ്റർ 3 years കഴിഞ്ഞിട്ടാണ്. തിരിച്ചായിരുന്നു വന്നിരുന്നെങ്കിൽ ആ ചിത്രം ഇറങ്ങിയിട്ടാണ് ഞാൻ ഇതെടുത്തിരുന്നെങ്കിൽ എന്നെ ഇവിടുത്തെ നിരൂപകർ എന്നെ കൊല വിളിച്ചേനെ. അവർ നിശബ്ദമായിട്ടിരിക്കുക. എൻ്റെ എല്ലാ സിനിമകളും പിൽക്കാലത്ത് വന്ന തലമുറയെ സ്വാധീനിച്ചു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈ പുസ്തകത്തിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ സലിംകുമാർ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ തന്നെ എൻ്റെ സിനിമകൾ മലയാളത്തിൽ വന്ന സിനിമകൾ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ അത് എൻ്റെ ഒരു സിനിമ വേറൊരു നല്ല സിനിമ ഉണ്ടാകുന്നൊരു ഇൻസ്പിറേഷൻ ആകുന്നെങ്കിൽ ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിക്കതിനകത്തൊരു പിന്നെ പദാനുപദം അല്ലെങ്കിൽ വെർബാറ്റിം എന്നുള്ള രീതിയിൽ അഡാപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ചില സിനിമകൾ ഷോർട്ടായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് ഒരു അത്ര ആശാസ്യകരമാണെന്ന് തോന്നുന്നില്ല എനിക്ക്. അത്രയേ ഉള്ളൂ. കഥ പറച്ചിലിപ്പോൾ ദൃശ്യത്തിനകത്ത് അങ്ങനൊരു കഥ പറയാം. ആ കഥ ഗഹനമാണ് താനും. എന്നാൽ ദൃശ്യത്തിലെ തന്നെ പോലൊരു കഥ സന്ദർഭം വന്നൊരു പടവും അടുത്ത കാലത്ത് വന്നിട്ട് അടുത്ത കാലത്ത് പടത്തിനകത്തും അങ്ങനൊരു സമാനമായ സന്ദർഭമുണ്ട്. അറിയാതെ സംഭവിക്കുന്ന ഒരു മരണവും അതിനെ കവറപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളും അതിനെ ഒടുവിൽ കൊണ്ടുവന്ന് ഈ എന്താ പറയുന്നത് ടൗണിലെ മാലിന്യ കൂമ്പാരത്തിനിടയിൽ ഒളിക്കാൻ ശ്രമിക്കുന്നതൊക്കെയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ആണ് മുമ്പും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജനങ്ങൾ കൂടെ നിൽക്കാൻ കാരണം ആ കൃത്യത്തിന് പിറകിലുള്ള കൺസേണാണ്. ആ പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഒരു പെൺകുട്ടിയെ മോശപ്പെട്ട രീതിയിൽ സമീപിക്കുന്ന അവസ്ഥയിൽ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ അമ്മ വരുമ്പോൾ എന്നാൽ മകൾ വേണമെന്നില്ല എന്ന് പറയുന്നിടത്താണ് ആ മകളുടെ ആക്രമണത്തിന് അയാൾ വിധേയനാകുന്നത്. അതിവിടുത്തെ ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ആ സിനിമ കണ്ട ഓരോ കുടുംബവും ഇതെൻ്റെ പ്രശ്നമാണെന്ന് എടുത്തു എന്നുള്ളിടത്താണ് ആ പടത്തിൻ്റെ വിജയം. അപ്പോൾ അതുകൊണ്ട് കഥകൾ വേണമെന്ന് പറയുന്ന പോലെ തന്നെ വലിയ കഥയില്ലായ്മയും ഓടുമെന്നാണ് ഇപ്പോഴത്തെ ഈ ചിത്രം ഓം ശാന്തി ഓശാന തെളിയിച്ചത്. അത് ഞാൻ ചിത്രം കണ്ടു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവിനെ പറ്റിയുള്ള സങ്കല്പം അത് ഇഷ്ടമാണ് പക്ഷേ എന്ന സിനിമയിൽ വന്നിട്ടുണ്ട്. അതിൽ വേണുനാഗവള്ളിയെ കണ്ടപ്പോഴും ഇഷ്ടം തോന്നി, എന്നാൽ രതീഷിനെ കണ്ടപ്പോഴും ഇഷ്ടം തോന്നി. പക്ഷേ ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഇഷ്ടമാണ്, പക്ഷേ കാരണം അവളുടെ സങ്കല്പത്തിലെ ഭർത്താവ് വന്നിട്ടില്ല. ഈ സങ്കല്പത്തിലെ ഭർത്താവ് തന്നെയാണ് ഓശാനിൽ നസ്രിയയുടെ സങ്കല്പവും. അതിൽ ഇവളുടെ സങ്കല്പം എന്ന് പറയുന്നത് അംബികയുടെ സങ്കല്പം എഴുത്തുകാരനായ ഉമ്മറായിരുന്നുവെങ്കിൽ KP ഉമ്മറായിരുന്നുവെങ്കിൽ ഇതിൽ നേരെ മാറിയിട്ട് അത് ആ സങ്കല്പം വന്ന് നിൽക്കുന്നത് അതിലെ ഹീറോയുടെ മിസ്റ്റർ പോളിയുടെ പേരിലാണ് അവൾക്ക് താല്പര്യം കൂടുതലുണ്ടാകുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു ഉഗ്രമായ തപസ്, പാർവതി ഒറ്റക്കാലിൽ തപസ് ചെയ്തതുപോലെ ആ പെൺകുട്ടി അവന് വേണ്ടി നിൽക്കുന്നു, നേടുന്നു. പറയുമ്പം വലിയ കഥ, ഗഹനമായ കഥയില്ല, ലൈറ്റ് ട്രീറ്റ്മെൻറ്റാണ്. അതും ഈ തലമുറ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കൊലപാതകമോ ദുരൂഹമായ സിറ്റുവേഷനോ ഒന്നും ഇല്ലാത്ത നല്ല സിനിമകളും ഇവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ 2 പടങ്ങൾ ഞാൻ താരതമ്യം പറയാൻ കാരണം. അപ്പോൾ തലമുറയ്ക്കൊന്നും കുഴപ്പമില്ല, നമ്മൾ സിനിമകൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.